എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ മറ്റൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം എന്താ പറയുക, ഇടവേളകൾ മാത്രമാണ് വീഡിയോകൾക്കിടയിൽ ഉണ്ടാകുന്നത്. അല്ലാതെ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മളൊരു സെഷൻ അങ്ങ് തീർത്ത് പോകാൻ പറ്റുന്നില്ല. കാരണം തിരക്കുകൾ കൊണ്ട് മാത്രമാണ് ഇത് വിട്ട് പോകുന്നത്. അപ്പോൾ ഇനി തൊട്ട് ലൈവായിട്ട് എല്ലാ ആഴ്ചയും പ്രോപ്പറായിട്ട് തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇന്നിപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതൺ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള ഒരു സെഷനാണ്. അപ്പോൾ ഇന്നലെ മീൻസ് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ പോലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് അധികം ആരും കണ്ടില്ല. കാരണം ഞാൻ തന്നെയാണ് സ്ഥിരമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിലേ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അത് തീർച്ചയായിട്ടും കാണത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ പോലും നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. കാരണം റെഗുലറായിട്ടുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ഇടുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഇന്നിപ്പം ഇനി പറയാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതൺ പ്രോഗ്രാമിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ലാംഗ്വേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതുമാണ്. ഇത് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, അല്ല പാർട്ട് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോരോ പാർട്ടിൽ കുറേശ്ശെ കണ്ടൻറ്റുകൾ ഉൾക്കൊള്ളിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പൈതൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ലിനക്സ് ഉപയോഗിക്കുന്നവരും യുണിക്സ് ഉപയോഗിക്കുന്നവരും ലിനക്സ് OS യുണിക്സ് OS ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പൈതൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുകൊള്ളാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് പൈതൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 ജി വാൻ റൂസോ എന്ന് പറയുന്ന ആൾ നെതർലാൻഡ്സുകാരനാണ്. അദ്ദേഹമാണ് അമീബ എന്ന് പറയുന്ന ഒരു OSലാണ് ഈ ലാംഗ്വേജ് പുള്ളിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, പൈതൺ എന്ന് പറയുന്ന ലാംഗ്വേജ്. പിന്നെ ഇതൊരു ഫ്രീ സോഴ്സാണ് ഈ ലാംഗ്വേജ് വന്നിട്ട്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്കത് യൂസ് ചെയ്യാം. ഇത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്നെന്ന പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു മാനദണ്ഡമൊന്നും ഇതിനില്ല. ഏത് OS പ്ലാറ്റ്ഫോമിലും പൈതൺ ഈസി ആയിട്ട് റൺ ആകും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈതൺ. അപ്പം നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പൈതൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം മുന്നിലേക്ക് വരികയും അതിന് നല്ല ആക്യുറേറ്റ് ആയിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിൻ്റെ ആദ്യത്തെ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഓരോ ദിവസവും ഓരോ ടൈപ്പ് പ്രോബ്ലംസാണ് അവർക്ക് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മളൊരു ERP സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഓരോ അഡീഷനും അതുപോലെ തന്നെ ഡാറ്റാബേസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുന്ന, അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുക, അത് വെറുതെ അല്ല സോൾവ് ചെയ്യുന്നത്, ആക്ച്വലി വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ അത് സോൾവ് ചെയ്തിരിക്കണം. പോരാത്തതിന് ഈ ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന സൊല്യൂഷൻസ് വളരെ ആക്യുറേറ്റ് ആയിട്ടും ഉണ്ടാകണം. അല്ലാതെ ഇപ്പം എന്താ പറയുക, നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചു, അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് സംസാരിച്ച് പോകുന്ന പോലെ ആയിരിക്കരുത്. അതിൻ്റെ മോസ്റ്റ് കോർ ഐഡിയാസ് മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. അതുപോലെ തന്നെ പിന്നെ ഇതിൽ വേണ്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈതണിനകത്ത് വളരെ ലെസ് നമ്പർ ഓഫ് കോഡ് മതി, കുറച്ച് കോഡുകൾ മാത്രമാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഇപ്പം ജസ്റ്റ് എന്താണോ വേണ്ടിയത്, ഇപ്പോൾ ഒരു ഡിസ്പ്ലേയിൽ നമുക്കൊരു വാല്യൂ കാണിക്കണമെങ്കിൽ എന്ത് വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് മാത്രം കൊടുത്താൽ മതി. അത് മാത്രമായിട്ട് തന്നെ വന്നുകൊള്ളും. പിന്നെ പൈതൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈ ലെവൽ ലാംഗ്വേജാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും C++, പേൾ, അതുപോലെ തന്നെ ജാവ, അങ്ങനെയുള്ളതൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും മെഷീൻ ലേണിങ്ങിനും റോബോട്ടിക്സിലും അതുപോലെ എന്താ പറയുക സയൻറ്റിസ്റ്റുകളും അങ്ങനെ എല്ലാ സ്ട്രീമിലും ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ട ഒരു ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന പൈതണ്. അതുപോലെ തന്നെ ഇതൊരു ലോ ലെവൽ ലാംഗ്വേജും ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ ഹാർഡ്വെയർസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള അതിൻ്റെ പെരിഫറൽസും ഒക്കെ ആയിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം പൈതൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറിയിലും ഒരുപോലെ തന്നെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. അതായത് നമുക്ക് ജസ്റ്റ് ബേസിക് നോളജ് മതി, അതുപയോഗിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു പ്രോ ലെവലിൽ തന്നെ വളർന്നു വരാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈസിയർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പ്രോഗ്രാം എഴുതാനായിട്ട് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ തന്നെ കുറച്ച് സമയമേ അതിനകത്ത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ എഴുതുന്ന കോഡുകളെല്ലാം വളരെ ഷോർട്ടായിരിക്കും. അത് നമുക്ക് വായിച്ചെടുക്കാനും അതുപോലെ തന്നെ അതിനകത്ത് ഇപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ആക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെയാണ് പൈതണെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് ഉള്ള പ്രധാന കാരണവും. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോർട്ടബിളാണ്. അതായത് നമുക്ക് ഏത് കൈൻഡ് ഓഫ് മെഷീനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം പൈതണിൽ നമ്മൾ ജസ്റ്റ് ഒരു അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളൊരു നിലയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്പെക്കുള്ള സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു പ്രോ ലെവലായിട്ടുള്ളൊരു സിസ്റ്റമോ അങ്ങനെ വലിയ ഫ്ലാഗ്ഷിപ്പ് മോഡലൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ജസ്റ്റ് എന്താ പറയുക, ഒരു ഡ്യുവോ കോർ പ്രൊസസ്സറുള്ള ഒരു സിസ്റ്റത്തിൽ പോലും പൈതൺ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസൊക്കെ ആണെങ്കിൽ തന്നെ പൈതണിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ ഇഷ്ടം പോലെ ബ്ലോഗുകളിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് പൈതണിൻ്റെ അഡ്വാൻറ്റേജുകളിൽ പ്രധാനപ്പെട്ടത്. ഇത് പോർട്ടബിളാണ്, പോരാത്തതിന് ഒരു ഹൈ ലെവൽ ആയിട്ടുള്ളൊരു ലാംഗ്വേജും കൂടെയാണ്. പിന്നെ പൈതൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രോഗ്രാമാണ്. അതിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു സി പ്രോഗ്രാമിങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് IOStream.h, അതായത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ IOStream.h ലെസർ ദാൻ സിമ്പിൾ, പിന്നെ വോയിഡ് മെയിൻ, ക്ലോസർ ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസർ ബ്രാക്കറ്റ്, കർലി ബ്രേസസ്, കോട്ട്, പിന്നെയും ഗ്രേറ്റർ ദാൻ ഡബിൾ സിമ്പിൾ, കോട്ട്, ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കോഡ് മാത്രം, ജസ്റ്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ വാല്യൂ ജസ്റ്റ് ഡിസ്പ്ലേ ആകണം. അതിനെ വീണ്ടും കോഡ് വെച്ച് എൻഡ് ചെയ്ത് പിന്നെ എൻഡ് എൽ സെമിക്കോളൻ, പിന്നെ എൻറ്റർ ചെയ്തതിന് ശേഷം കർലി ബ്രേസസ്. ഇത്രയും ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിസ്പ്ലേ ഈ ഹലോ വേൾഡ് എന്നുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് അത് പൈതണിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ്, ഇതിപ്പം നമ്മൾ പ്രിൻറ്റ് എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഇപ്പോൾ ഹലോ വേൾഡ് എന്നുള്ളതാണെങ്കിൽ ഹലോ വേൾഡ്, അത് മാത്രം നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.10.0 ആണ് ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻ. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഈ ബ്രാക്കറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അതിൽ ലോവർ വേർഷനൊക്കെ വരുമ്പോഴത്തേക്കിനും ആ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസർ ബ്രാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുകയില്ല. അപ്പം അത് ഓരോന്നും വേർഷൻ അനുസരിച്ച് ഇതിനകത്ത് ജസ്റ്റ് ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ വരും. അതാണ് അതും ഇതിനകത്ത് ആദ്യമേ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് പോർട്ടബിളാണ്. പോർട്ടബിൾ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് വരുന്ന എന്താ പറയുക, ചെറുത് അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻസും വരാറില്ല. അങ്ങനെ ഇതുപോലെയുള്ള ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാം ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് എന്താണോ നമ്മൾ ഡിസ്പ്ലേയിൽ കാണാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രാക്കറ്റ് ഇട്ടു, കോഡ്സ് ഇട്ടു, അത് കഴിഞ്ഞ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും കോഡ്സ് ഇട്ടു, ക്ലോസിങ് ബ്രാക്കറ്റ് ഇട്ടു. ഇതൊന്നും നമുക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഒരിക്കലും കാണില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിസ്റ്റത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഷയാണെന്ന് മാത്രമേ ഈ കോഡ്സും സിമ്പിൾസും ഒക്കെ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് സിസ്റ്റത്തിന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ളത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇന്ന പോലെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വരുന്നത്.
അതാണ് ഈ കോഡ്സും സിമ്പിൾസും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമുക്ക് കാണേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഹലോ വേൾഡ് എന്നുള്ളത്. അതാണ് വേണ്ടിയത്. അപ്പം നമുക്കിനി ജസ്റ്റ് പൈതണിൽ നമ്മുടെ ഈ എന്താ പറയുക, ഈ ഹലോ വേൾഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം ഐഡിയലി എന്ന് പറയുന്ന ആണ് നമ്മൾ എടുക്കേണ്ടത്. സോറി, എൻ്റെ 3.11.0 ആണ് വെർഷൻ. അപ്പം അതിനകത്ത് ഐഡിയലി പൈതൺ എന്നും പറഞ്ഞുണ്ട്. ഇപ്പം നമ്മൾ പൈതൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വരുന്നത് ഇത്രയും ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഐഡിയലി എന്നുള്ളത് എടുക്കണം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനൊരു സ്ക്രീനാണ് വരുന്നത്. അതിൽ നമ്മൾ പ്രിൻ്റ് സ്പേസ് ഓപ്പൺ ബ്രാക്കറ്റ് കോഡ്സ് ഹലോ വേൾഡ്, കോഡ്സ് ഇട്ടു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ജസ്റ്റ് എൻ്റർ. കണ്ടില്ലേ? ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ആ ബ്ലൂ കളറിലാണ് നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഒരു പർപ്പിൾ കളറിലാണ് നമ്മൾ എന്താണോ കമാൻഡ് കൊടുത്തത്. അപ്പോൾ പ്രിൻ്റ് കമാൻഡ് കൊടുത്തെങ്കിലേ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ വാല്യൂസ് എന്ന് വരുന്നിരിക്കുന്നത് ഈ ഓപ്പൺ ബ്രാക്കറ്റ് കോഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തത്. അതിനുശേഷം ഈ കോഡ്സ് ഇട്ടു, ക്ലോസിംഗ് ബ്രാക്കറ്റ്. കോഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ കൊണ്ട് തീർന്നു, അതാണ് അതിൻ്റെ എൻഡ്. ജസ്റ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൂടെ ഇട്ട് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മളൊരു പ്രോഗ്രാമിങ്ങിൻ്റെ തുടക്കം. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ പാർട്ടിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത ആഴ്ചയിലാണ് ആ വീഡിയോ വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്ത വീഡിയോ അടുത്ത ആഴ്ച, അടുത്ത സൺഡേ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഈവനിങ് 7:30 നമ്മൾ വീഡിയോ വിസിബിൾ ആകുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ആൻഡ് ടേക്ക് കെയർ.